ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ലാൻഡ്. ലാൻഡിൻ്റെ വാല്യുവേഷൻ്റെ മെത്തേഡ്സ് ആണ്. 3 മെത്തേഡ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് കമ്പാരിറ്റീവ് മെത്തേഡ്. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 പ്ലോട്ട് ഉണ്ട്. എൻ്റെ പ്ലോട്ട് എ ആണ്. എനിക്ക് പ്ലോട്ട് എയുടെ വാല്യൂ അറിയണം. പ്ലോട്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ പ്ലോട്ടിനോട് ചേർന്ന് വരുന്നൊരു പ്ലോട്ടാണ് പ്ലോട്ട് ബി. പ്ലോട്ട് ബിയുടെ വാല്യൂ അറിയാം. പ്ലോട്ട് ബിയുടെ വാല്യൂ സെൻറ്റിന് ഒരു 2 lakh rupees ആണെങ്കിൽ പ്ലോട്ട് എയുടെ വാല്യൂ എനിക്കൊരു 2 lakh rupeesന് അടുത്തൊരു വാല്യൂ ഫിക്സ് ചെയ്യാം. അതാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. തൊട്ടടുത്തുള്ളൊരു പ്ലോട്ടിൻ്റെ വാല്യൂ വെച്ച് സ്വന്തം പ്ലോട്ടിൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. നെക്സ്റ്റ് മെത്തേഡ് അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷനിൽ നമ്മുടെ നിയർ ബൈ പ്ലോട്ടിൻ്റെ വാല്യൂ അറിയത്തില്ല. തൊട്ടടുത്ത് ഒരു പ്ലോട്ടിൻ്റെയും വാല്യൂ അറിയത്തില്ല. ആ കേസിൽ എങ്ങനെയാണ് ഒരു പ്ലോട്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്ലോട്ട് എ, ഈ പ്ലോട്ട് എയുടെ അടുത്തൊരു പ്ലോട്ട് ഉണ്ട്. ആ പ്ലോട്ടിന് ഒരു റെൻറ്റ് കിട്ടുന്നുണ്ട്, ഒരു റെൻറ്റ് വാല്യൂ കിട്ടുന്നുണ്ട്. ആ റെൻറ്റ് വാല്യൂ വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? റെൻറ്റ് ഇൻറ്റു ഇയർ പർച്ചേസ് ചെയ്താൽ ഇതിൻ്റെ എന്ത് കിട്ടും? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആ പ്ലോട്ടിൻ്റെ വാല്യൂ ആണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്ലോട്ടിൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതാണ് അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. നിയർ ബൈ പ്ലോട്ടിന് എന്തെങ്കിലും ഒരു റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ റെൻറ്റ് ഇൻറ്റു ഇയർ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും. ആ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആയിരിക്കും അതിൻ്റെ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. അത് വെച്ച് നമുക്ക് എന്ത് കമ്പയർ ചെയ്യാം? നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. സോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇതാണ് പ്ലോട്ട് 1. പ്ലോട്ട് 1ൻ്റെ വാല്യൂ ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തൊട്ടടുത്തൊരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡിൻ്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല. ഈ ലാൻഡിൽ നിന്ന് നമുക്കൊരു റെൻറ്റ് കിട്ടുന്നുണ്ട്. റെൻറ്റ് കിട്ടുന്നത് അവിടെയുള്ളൊരു ബിൽഡിങ്ങിനാണ്. ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഇൻറ്റു ഇയർ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? അതിനൊരു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടുന്നു. ആ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടിക്ക് ഫുള്ളാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ വരുന്നത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഇനി ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇനി എന്ത് സബ്സ്ട്രാക്ട് ചെയ്യണം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് ഈ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ലാൻഡിൻ്റെ വാല്യൂ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ മാത്രമായിട്ട് കിട്ടാനായിട്ട് ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യണം. അതിന് ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ബിൽഡിങ്ങിൻ്റെ ഒറിജിനൽ കോസ്റ്റ് മൈനസ് അതിൻ്റെ ഡിപ്രീസിയേഷൻ വാല്യൂ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് പറയുന്നത് എ നിയർ ബൈ property fetching rent is considered and its capital value is worked out by multiplying its net income from year purchase. Next, the estimated cost of the building is worked out. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് വർക്ക് ഔട്ട് ചെയ്തു ആഫ്റ്റർ മേക്കിംഗ് ഡ്യൂ അലവൻസ് ഫോർ ഡിപ്രീസിയേഷൻ. ഇനി എന്ത് ചെയ്യണം? ഈ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് മൈനസ് ലാൻഡിൻ്റെ കോസ്റ്റ്, ദ ഡിഫറൻസ് will give the value of land. അപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ആ വാല്യൂ തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെയും വരുന്നത്. എന്ത്? ഈ ഇതിൻ്റെയും ലാൻഡ് ഒരു നിയർ ബൈ ലാൻഡ് ആയതുകൊണ്ട് സെയിം വാല്യൂ തന്നെ എടുക്കും. ഇനി 1 m² വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ കിട്ടണമെങ്കിൽ D/A. ഡി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ലാൻഡിൻ്റെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എ ചെയ്യുമ്പോൾ ഒരു m² ലാൻഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ലാൻഡിൻ്റെ വാല്യൂ ബിൽഡിങ്ങിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ് ഇവിടെ പറയുന്നുണ്ട്. കോസ്റ്റ് ഫ്രം ഡീറ്റെയിൽഡ് ഐറ്റംസ്, ഓരോ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. പ്ലിന്ത് ഏരിയ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. യൂണിറ്റ് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യൂബ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫ്രം അക്കൗണ്ട്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ മെത്തേഡ്സ് പറയുന്നത്. അപ്പോൾ ഒരു വട്ടം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അബ്സ്ട്രാക്റ്റീവ് മെത്തേഡിനകത്ത് നമുക്ക് അബ്സ്ട്രാക്റ്റീവ് മെത്തേഡിൽ നമുക്ക് നിയർ ബൈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒന്നും അറിയത്തില്ല. പക്ഷേ എന്തറിയാം? തൊട്ടടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിക്ക് എന്ത് കിട്ടുന്നു? ഒരു റെൻറ്റ് കിട്ടുന്നു. ഈ പ്രോപ്പർട്ടിക്ക് ഒരു റെൻറ്റ് വാല്യൂ കിട്ടുന്നു. ആ റെൻറ്റ് വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ഇയർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഇനി എന്ത് വേണം? നമുക്ക് റെൻറ്റ് കിട്ടുന്നത് ഈ ഒരു ബിൽഡിങ്ങിനാണ്. ഈ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്
സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ബിൽഡിങ്ങിൻ്റെ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേറ്റഡ് വാല്യൂ. ഇപ്പോൾ പ്രസൻറ്റ് ഇയർ ബിൽഡിംഗ് കുറച്ച് പഴക്കം ഉണ്ടാവുമല്ലോ, ഡിപ്രീസിയേറ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ഈ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിന്റിൽ ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് എന്ത് ചെയ്യണം? ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ലാൻഡിൻ്റെ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ലാൻഡിൻ്റെ കോസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ലാൻഡിൻ്റെ വാല്യൂ പറയാൻ പറ്റും. ഏകദേശം സിമിലർ ആയൊരു വാല്യൂ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരു എം സ്ക്വയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു മീറ്റർ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ ഒരു എം സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. സോ ഈ മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ പറയുന്നത് റോഡിനോട് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ ആണ് പറയുന്നത്. ഇവിടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഈ റോഡിനടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ഒരു ഇറഗുലർ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്? കുറച്ച് പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. യൂഷ്വലി അത് ഡിവൈഡ് ചെയ്യുന്നത് 3 ബെൽറ്റ് ആയിട്ടായിരിക്കും. ഇതാണ് ഫസ്റ്റ് ബെൽറ്റ്, സെക്കൻഡ് ബെൽറ്റ്, തേർഡ് ബെൽറ്റ്. അങ്ങനെ 3 ബെൽറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെ ബെൽറ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഒരു ഡെപ്ത് ഡിസൈഡ് ചെയ്യും. അതിൻ്റെ 1.5 ആയിരിക്കും എന്ത്? സെക്കൻഡ് ഡെപ്ത്. ഇനി തേർഡ് ബെൽറ്റിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡെപ്ത് മൈനസ് ഫസ്റ്റ് ബെൽറ്റിൻ്റെ ഡെപ്ത് മൈനസ് സെക്കൻഡ് ബെൽറ്റിൻ്റെ ഡെപ്ത്. അപ്പോൾ റോഡിൻ്റെ നിയർ ബൈയിൽ ഉള്ളൊരു പ്ലോട്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ബെൽറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോഡിനോട് ചേർന്നുള്ള പ്ലോട്ടിന് റോഡിനോട് ചേർന്നുള്ള പ്ലോട്ടിനായിരിക്കും വാല്യൂ കൂടുതൽ. അപ്പോൾ യൂഷ്വലി എത്ര ബെൽറ്റ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? റോഡിൻ്റെ അടുത്തുള്ള പ്ലോട്ടിനെ 3 ബെൽറ്റ്, ഫസ്റ്റ് ബെൽറ്റ്, സെക്കൻഡ് ബെൽറ്റ്, തേർഡ് ബെൽറ്റ്, 3 ബെൽറ്റ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ബെൽറ്റിൻ്റെ ഡെപ്ത് ഡി ആണെങ്കിൽ സെക്കൻഡ് ബെൽറ്റിൻ്റെ ഡെപ്ത് ഇതിൻ്റെ 1.5 ടൈംസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. തേർഡ് ബെൽറ്റ് റിമൈനിങ് പോർഷൻ, ടോട്ടൽ ഡെപ്തിൽ നിന്ന് ഡി മൈനസ് 1.5 ചെയ്യുമ്പോഴാണ് റിമൈനിങ് പോർഷൻ്റെ ഡെപ്ത് കിട്ടുന്നത്. അപ്പോൾ 3 ബെൽറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി ഇവിടെ ഒരു ഇറഗുലർ ഷേപ്പ് വരുന്നില്ലേ, ഈ ട്രപ്പീസോയിഡൽ, ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇനി പ്ലോട്ടിൻ്റെ വാല്യൂ പറയുമ്പോൾ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് സെക്കൻഡിന് വരുന്ന വാല്യൂ 2/3 ഓഫ് ഫസ്റ്റ് പ്ലോട്ട്. ഈ പ്ലോട്ടിനായിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്. ഇതിന് നമുക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ ആണെങ്കിൽ ഇതിന് വരുന്ന വാല്യൂ 2/3 ഓഫ് ഫസ്റ്റ് പ്ലോട്ട്. അപ്പോൾ 2/3 ഓഫ് 1 ആയിരിക്കും സെക്കൻഡിന് വരുന്ന വാല്യൂ. തേർഡിന് വരുന്ന വാല്യൂ എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്ലോട്ടിൻ്റെ പകുതി ആയിരിക്കും തേർഡ് പ്ലോട്ടിന് വരുന്ന വാല്യൂ. ഫസ്റ്റ് പ്ലോട്ടിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ തേർഡ് പ്ലോട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0.5 ആയിരിക്കും തേർഡ് പ്ലോട്ടിൻ്റെ വാല്യൂ. പിന്നെ നമുക്ക് ഈ ഇറഗുലർ ഷേപ്പിലുള്ള പ്ലോട്ട് അത് ഏത് ബെൽറ്റിലാണോ വരുന്നത് അതിൻ്റെ 3/4 ആയിരിക്കും ഇവിടുത്തെ വാല്യൂ. അപ്പോൾ ഫോർത്ത് ബെൽറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3/4 ഓഫ് 1. ഇവിടെ എന്ന് പറയുമ്പോൾ 2/3 ഇൻറ്റു 3/4. ഇവിടെ വരുമ്പോൾ 3/4 ഇൻറ്റു 0.4. അപ്പോൾ വാല്യൂ എപ്പോഴും കൂടുതലുള്ളത് ഫസ്റ്റ് ബെൽറ്റിൻ്റെ ആയിരിക്കും. സെക്കൻഡ് ബെൽറ്റിൻ്റെ വാല്യൂ വരുമ്പോൾ ഫസ്റ്റ് ബെൽറ്റിൻ്റെ 2/3 ആയിരിക്കും സെക്കൻഡ് ബെൽറ്റിൻ്റെ വാല്യൂ. തേർഡ് ബെൽറ്റിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബെൽറ്റിൻ്റെ ഹാഫ് ആയിരിക്കും തേർഡ് ബെൽറ്റിൻ്റെ വാല്യൂ. ഇനി ഈ ഇറഗുലർ ഷേപ്പ് പ്ലോട്ടിൻ്റെ വാല്യൂ പറയുന്നത് ഏത് ബെൽറ്റിലാണോ അതുള്ളത് ആ ബെൽറ്റിൻ്റെ വാല്യൂവിൻ്റെ 3/4 ടേംസ്. ഇപ്പോൾ ഇത് തേർഡ് ബെൽറ്റ് ആണ്. തേർഡ് ബെൽറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 0.5. അപ്പോൾ 0.5ൻ്റെ 3/4 വാല്യൂ ആണ് ഈ റെഗുലർ ഷേപ്പ് പ്ലോട്ടിന് വരുന്നത്. ഇവിടെ വാല്യൂ എന്താ? 2/3 ആണ്. 2/3 ഇൻറ്റു 3/4 ആണ് ഫിഫ്ത്ത് പ്ലോട്ടിൻ്റെ വാല്യൂ. ഫസ്റ്റ് പ്ലോട്ടിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് പ്ലോട്ടിനോട് ചേർന്ന് വരുന്ന ഇറഗുലർ ഷേപ്പിന് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 3/4 ഇൻറ്റു 1 ആണ്. So problem, a property consists of south facing plot of land having south, east and north side in due direction which measures 60 meter, 180 meter, 80 meters respectively. For south, east, north side in the measurement 60, 180 and 80 meters respectively. It consists of an old two-storied
building having a total cubical content of 2840 meter cube, assuming the prime cost of construction of the building as rupees 500 per meter cube. Prime cost എന്ന് പറയുമ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്ത സമയത്തുള്ള വാല്യൂ ആണ് rupees 500 per meter cube എന്ന് പറയുന്നത്. And allowing 10% depreciation on all the materials, 10% all the material value for the building. What would be you recommend as the fair value of the property if the front belt land depth of front belt being 25 meter be estimated as rupees 90 per square meter. അപ്പം ഇത് നമ്മുടെ ബെൽറ്റിംഗ് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ബെൽറ്റിൻ്റെ ഡെപ്ത് ഓഫ് ഫ്രണ്ട് ബെൽറ്റ് 25 മീറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് ബെൽറ്റിൻ്റെ വാല്യൂ rupees 90 per square meter, ഒരു സ്ക്വയർ മീറ്ററിന് 90. ഇനി നമുക്ക് ആ പ്ലോട്ട് ഒന്ന് നോക്കാം. പ്ലോട്ട് പറയുന്നത് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സൗത്ത് ഫേസിംഗ് പ്ലോട്ട്, സൗത്ത് 60 മീറ്റർ, ഈസ്റ്റ് 180, നോർത്ത് 80. അതെ, സൗത്ത്, നോർത്ത്, ഈസ്റ്റ്. അപ്പോൾ സൗത്തില് 60, സൗത്തിൽ 60, ഈസ്റ്റിൽ 180, ആൻഡ് നോർത്ത് സൈഡിൽ 80 മീറ്റേഴ്സ്, എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനെ 3 ബെൽറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 60, 80, 180. നമുക്ക് ബെൽറ്റിംഗ് മെത്തേഡിൽ 3 ബെൽറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇത് ഫസ്റ്റ് ബെൽറ്റ്, സെക്കൻഡ് ബെൽറ്റ്. ഇത് ഫസ്റ്റ് ബെൽറ്റ്, സെക്കൻഡ് ബെൽറ്റ്, ഇതാണ് തേർഡ് ബെൽറ്റ്. അപ്പോൾ ഫസ്റ്റ് ബെൽറ്റിൻ്റെ ഡെപ്ത് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബെൽറ്റിൻ്റെ ഡെപ്ത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ഡെപ്ത് ഓഫ് ഫസ്റ്റ് ബെൽറ്റ്, ഫ്രണ്ട് ബെൽറ്റ് 25 മീറ്റർ, ഫ്രണ്ട് ബെൽറ്റിൻ്റെ ഡെപ്ത് 25 മീറ്റർ. അപ്പോൾ സെക്കൻഡ് ബെൽറ്റിൻ്റെ ഡെപ്ത് എത്ര ആയിരുന്നു കൊടുക്കേണ്ടത്? സെക്കൻഡ് ബെൽറ്റിൻ്റെ 1.5 ടൈംസ് ഡി. അപ്പോൾ 1.5 ടൈംസ് ഡി. തേർഡ് ബെൽറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് 180 മൈനസ് 25 മൈനസ് 37.5. അപ്പോൾ തേർഡ് ബെൽറ്റിൻ്റെ ഡെപ്ത് 117.5. അടുത്തത് നമുക്ക് ഇറഗുലർ ഷേപ്പ് പോർഷൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ടോട്ടൽ ലെങ്ത് 80, ഇത് 60 ആകുമ്പോൾ ഈ ഇതെന്താണ് 20. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ബി എ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുമ്പം ഇത് നമ്മളൊരു ഫസ്റ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്തു. ഇത്രയും ഒരു ഫസ്റ്റ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 20, ബ്രെഡ്ത്ത് 180. അപ്പോൾ 20/180. പിന്നെ ഈസ് ഈക്വൽ ടു, ഇത് അടുത്ത ട്രയാങ്കിൾ ആയിട്ട് എടുത്തു. ഇതാണ്ട് ഇത് അടുത്ത ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എ, ഇതിൻ്റെ ബ്രെഡ്ത്ത് 25. അപ്പോൾ ഈ 20 divided by 180 is equal to a divided by 25. അവിടെ നമുക്ക് എയുടെ വാല്യൂ കിട്ടി. ഇനി അടുത്ത ബിയുടെ വാല്യൂ കിട്ടാനും ഇതേ കണക്കിന് സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് 20 divided by 180 is equal to b divided by ഈ ലെങ്ത്. ഇതെന്ന് വെച്ചാൽ 25 plus 37.5, 62.5. അപ്പോൾ ബിയുടെ വാല്യൂയും കിട്ടി. അപ്പോൾ എല്ലാ ലെങ്തും കിട്ടി. ലെങ്ത് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5, 6 6 പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 6 പ്ലോട്ടിൻ്റെയും വാല്യൂ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5, 6. ഫസ്റ്റും സെക്കൻഡും തേർഡും എന്താണ്? റെക്ടാങ്കുലർ പ്ലോട്ട്സ് ആണ്. റെക്ടാങ്കിൾ ആകുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ഇതെന്താ? ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത് ട്രപ്പീസോയിഡിലാണ്. ട്രപ്പീസോയിഡ് ആകുമ്പോൾ a plus b divided by 2 into h ചെയ്യുമ്പോൾ ഇത് രണ്ടിൻ്റെയും ഏരിയ കിട്ടും. ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഏരിയ വേണ്ട, ഓരോ പ്ലോട്ടിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ.
ആദ്യത്തെ മൂന്നെണ്ണം എന്തായിരുന്നു? റെക്റ്റാങ്കിൾ ആയിരുന്നു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നാലാമത്തത് എന്തായിരുന്നു? ട്രയാങ്കിൾ ആയിരുന്നു. ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുമ്പോൾ 25, ഹൈറ്റ് എന്ന് പറയുമ്പോൾ എ ലെങ്ത് 2.78. അതെ. പിന്നെ A5ഉം A6 എന്ന് വെച്ചാൽ ട്രപ്പീസോയിഡ് ആണ്. അതാണ് 1/2 ഇൻറ്റു A പ്ലസ് ബി ഇൻറ്റു എച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇത്രയും പ്ലോട്ട് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ പ്ലോട്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് പ്ലോട്ടിൻ്റെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബെൽറ്റിൻ്റെ വാല്യൂ as 90 rupees per square meter. ഒരു സ്ക്വയർ മീറ്ററിന് ₹90. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഓരോന്നിനെയും ഏരിയ കൊണ്ട്. അപ്പം ഫസ്റ്റ് പ്ലോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1500 ഇൻറ്റു എന്ത് ചെയ്യണം? 90 ചെയ്യണം. സെക്കൻഡ് പ്ലോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം സെക്കൻഡ് പ്ലോട്ടിൻ്റെ ഏരിയ 2250. ഇനി വാല്യൂ മൾട്ടിപ്ലൈ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്കുള്ളത് എന്താ? ഫസ്റ്റ് ബെൽറ്റിൻ്റെ വാല്യൂ 90. 90യുടെ എത്രയായിരിക്കണം? 82 എടുക്കണ്ടേ? 90യുടെ 2/3 ആയിരിക്കും എന്ത് വരുന്നത്? സെക്കൻഡ് ബെൽറ്റിൻ്റെ വാല്യൂ. ഇതൊന്ന് നോക്കിക്കേ. 2/3 ഇൻറ്റു 90. ഫസ്റ്റ് പ്ലോട്ടിൻ്റെ വാല്യൂവിൻ്റെ 2/3 ആയിരിക്കും സെക്കൻഡ് പ്ലോട്ടിലേക്ക് എടുക്കേണ്ടത്. ഇനി തേർഡ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് പ്ലോട്ടിൻ്റെ വാല്യൂവിൻ്റെ ഹാഫ് 90/2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ബെൽറ്റിൻ്റെ വാല്യൂ 90 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലോട്ടിൻ്റെ ഫുൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ 90. ഇനി സെക്കൻഡ് പ്ലോട്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ സെക്കൻഡ് പ്ലോട്ടിൻ്റെ ഏരിയ 2250. ഇനി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് പ്ലോട്ടിൻ്റെ വാല്യൂ ഉള്ളൂ, ഫസ്റ്റ് ബെൽറ്റിൻ്റെ വാല്യൂ ഉള്ളൂ. ഫസ്റ്റ് ബെൽറ്റിൻ്റെ വാല്യൂവിൻ്റെ 2/3 ടൈംസ് ആണ് സെക്കൻഡ് ബെൽറ്റിൻ്റെ വാല്യൂ. തേർഡ് ബെൽറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ തേർഡ് ബെൽറ്റിൻ്റെ ഏരിയ ഇതാണ്, മൾട്ടിപ്ലൈഡ് ബൈ വാല്യൂ എന്ത് വരും? തേർഡ് ബെൽറ്റിൻ്റെ ഫസ്റ്റ് ബെൽറ്റിൻ്റെ വാല്യൂവിൻ്റെ ഹാഫ് ആയിരിക്കും വരുന്നത് തേർഡ് ബെൽറ്റിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ബെൽറ്റിൽ ഒരു ചെറിയ ഇറഗുലർ ഷേപ്സ് ഉണ്ട്. ആ ഇറഗുലർ ഷേപ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അത് ഏത് ബെൽറ്റിലാണോ വരുന്നത് ആ ബെൽറ്റിൻ്റെ 3/4 വാല്യൂ ആണ് വരുന്നത്. ഇപ്പോൾ പ്ലോട്ട് 4 ഏത് ബെൽറ്റിലാണ് വരുന്നത്? പ്ലോട്ട് 4 വരുന്നത് ഫസ്റ്റ് ബെൽറ്റിലാണ്, പ്ലോട്ട് 5 വരുന്നത് സെക്കൻഡ് ബെൽറ്റിലാണ്, പ്ലോട്ട് 6 വരുന്നത് തേർഡ് ബെൽറ്റിലാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്ലോട്ട് 4ൻ്റെ ഏരിയ 34.75 മൾട്ടിപ്ലൈഡ് ബൈ പ്ലോട്ട് 34.75 ഏരിയ. ഈ 34.75 ഏത് ബെൽറ്റിലാണ്? ഫസ്റ്റ് ബെൽറ്റിലാണ് വരുന്നത്. ഫസ്റ്റ് ബെൽറ്റിൻ്റെ വാല്യൂ 90. എന്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം? 3/4 ഇൻറ്റു 90. ഇനി അടുത്തത് എന്താണ്? പ്ലോട്ട് 5 വരുന്നത് സെക്കൻഡ് ബെൽറ്റിലാണ്. സെക്കൻഡ് ബെൽറ്റിൻ്റെ വാല്യൂ ആണിത്. സെക്കൻഡ് ബെൽറ്റിൻ്റെ വാല്യൂ, ആ വാല്യൂൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 3/4 മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് സെക്കൻഡ് ബെൽറ്റിൻ്റെ വാല്യൂ 2/3 ഇൻറ്റു 90 ഇൻറ്റു 3/4 ചെയ്യുമ്പോൾ സെക്കൻഡ് ബെൽറ്റിൽ വരുന്ന ആ ഇറഗുലർ പ്ലോട്ടിൻ്റെ വാല്യൂ കിട്ടും. ഇത് അതിൻ്റെ ഏരിയയാണ്. ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ വാല്യൂ. ഇനി പ്ലോട്ട് 6 വരുന്നത് ഏത് ബെൽറ്റിലാണ്? തേർഡ് ബെൽറ്റിലാണ്. പ്ലോട്ട് 6ൻ്റെ ഏരിയ ആയിരുന്നു 1582.725. 1582.725 ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ വാല്യൂ. പ്ലോട്ട് 3യുടെ വാല്യൂ അല്ലെങ്കിൽ ബെൽറ്റ് 3യുടെ വാല്യൂ 90/2. 90/2ൻ്റെ കൂടെ എന്തുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം? 3/4 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം കിട്ടുന്നതാണ് ₹53,416.97. ഇനി ഈ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ദ പ്ലോട്ട് കിട്ടും. പ്ലോട്ടിൻ്റെ വാല്യൂ 6,51,213 rupees പ്ലോട്ടിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിനകത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ അത് പഴയ ബിൽഡിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ ക്യൂബിക് വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നത് cubical content of the building 2840 meter cube and prime cost of construction of the building 500 per cubic meter. അപ്പോൾ 2840 meter cube ഉള്ള ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് അതിൻ്റെ മീറ്റർ ക്യൂബ് അതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഒരു M³ ₹500 ആയിരുന്നു.
അപ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരുന്നതെന്ന് നോക്കാം. കൺസ്ട്രക്ഷൻ ടൈമിലെ കോസ്റ്റ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ബിൽഡിങ്ങിന്റെ ഏരിയ, ക്യൂബിക്കൽ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ 500. അപ്പോൾ എന്ത് വന്നു? 14,20,000 rupees. ഇനിയിപ്പോൾ ക്വസ്റ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? ഓൾഡ് ബിൽഡിംഗ് ആയാലും ഇപ്പോൾ അതിൻ്റെ വാല്യൂ ആൻഡ് അലൗവിങ് 10% ഓൾഡ് മെറ്റീരിയൽ വാല്യൂ. ഇപ്പോൾ അതിന് എത്രയേ ഉള്ളൂ? 10% വാല്യൂ മാത്രമേ പ്രസൻറ്റ് ടൈമിലുള്ളൂ. അപ്പോൾ ഒറിജിനൽ കോസ്റ്റിൻ്റെ 10% എടുക്കുക. ഒറിജിനൽ കോസ്റ്റിൻ്റെ 10% എടുക്കുമ്പോൾ 1,42,000 ആണ് പ്രസൻറ്റ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് പ്രസൻറ്റ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് 1,42,000 പ്ലസ് വാല്യൂ ഓഫ് പ്ലോട്ട് 6,51,230. So value of plot plus building is equal to rupees 7,93,213 rupees. ഇത്രയും ടോപ്പിക്സ് ആണ് മോഡ്യൂൾ 3 ഉള്ളത്.